ശബരിമല വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യമെന്ന് നാട്ടുകാർ. ആയുധധാരികളായ സംഘമെന്നാണ് സംശയം. വനാതിർത്തികളിലെ വീടുകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ മോഷണം പോകുന്നതും പതിവാണ്. വാതിലും ജനലും വെട്ടിപ്പൊളിച്ചാണ് സംഘം വീടിനുള്ളിൽ കടക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. മോഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ശല്യമായിരുന്നു ആദ്യമേ. ഈ ഗുരുനാഥമണ്ണ ദേശം മൊത്തം ആന മൊത്തം നശിപ്പിച്ചിട്ടേക്കുക. ഇപ്പം കള്ളന്മാരുടെ ശല്യം. മോഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫുള്ള് സാധനങ്ങളല്ലേ കൊണ്ടുപോകുന്നത്, അതും പട്ടാപ്പകല്. പഞ്ചായത്ത് ഇടപെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നിയിൽ ഫോറസ്റ്റ് ഇവരെ ഇടപെടുവാണെങ്കിലല്ല പഞ്ചായത്തിനെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് ഇപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കഴിഞ്ഞ മുമ്പിലത്തെ ഞായറാഴ്ച ദിവസം രാവിലെ ഇതുപോലെ ഞാനും ഭാര്യയമ്മ ഞങ്ങൾ എൻ്റെ ഉള്ള വീട്ടിൽ ഭാര്യ രാവിലെ മലയാളപ്പുഴ നമ്മുടെ ചേട്ടത്തിൽ വീട് വരെ പോയി. അപ്പോൾ ഞാൻ അത് 8:30 പോയി, 8:30 10 പോയി. ഞാൻ 9:30 ആയപ്പം അപ്പുറത്തെ ജംഗ്ഷനിൽ ഗുരുതാമണി ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ട്, അവിടം വരെ പോയി. അപ്പം കഥയെല്ലാം പൂട്ടിയിട്ടാണ് പോയത്. പോയിട്ട് ഞാൻ അവിടെ 11 മണിയാകുമ്പോൾ തിരിച്ച് വരുമ്പോൾ കഥ തുറന്ന് കയറുമ്പോൾ അങ്ങേപ്പുറത്തെ ഒരു റൂമിൻ്റെ പുറകെ ജനൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി അലമാരി തള്ളി നീക്കി അകത്ത് കയറിയിട്ട് അതിനകത്ത് അവിടെ ഒരു മേശ ഇരുന്നതിനകത്ത് 10,000 രൂപയും എടുത്ത് അങ്ങേ അടുക്കളയിൽ ചെന്നിട്ട് അടുക്കളയിലുള്ള സർവ്വത്ര സാധനവും, പിന്നെ നമ്മൾ വീട്ടിൽ വേണ്ട സർവ്വത്ര സാധനം അരി മുതൽ സർവ്വ സാധനവും, അതിലെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മാത്രം എടുത്തിട്ടില്ല. ബാക്കി കംപ്ലീറ്റ് സാധനം നാളികേരം വരെ മണ്ണെണ്ണ എന്ന് വേണ്ട സർവ്വ സാധനം എടുത്ത് 3 വെട്ടുകത്തി ഇത്രയും എടുത്ത് ഞാൻ 11 മണിയാകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഇതിലും തകർത്തിട്ട് നാട്ട് പിന്നെ അപ്പോൾ വിളിച്ച നാട്ടുകാരെ പിടിച്ചു കൂട്ടി തൊട്ട് മേസോട്ട് വനത്തിലോട്ടാണ് ഈ ആൾക്കാർ ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ അരിയൊക്കെ വഴി നീളെ കിടപ്പുണ്ട്. നന്ദുഷ കൂടുതൽ വിവരങ്ങൾ നൽകും. നന്ദുഷ, അജ്ഞാത സംഘം എന്ന് പറയുമ്പോൾ മോഷണ സംഘമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ വിലപിടിച്ച സാധനങ്ങളൊക്കെ വീടുകളിൽ നിന്ന് മോഷണം പോകുന്നുണ്ടോ? ദിവ്യ, ഇത് ഒരു മോഷണ ശ്രമം അല്ലെങ്കിൽ ഒരു മോഷണ കവർച്ച എന്ന് പറയുന്നതിനേക്കാൾ ഉപരി രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വനമേഖലയാണ് പെരിയാർ ടൈഗർ റിസർവ്. അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുന്ന ശബരിമല വനമേഖല. നമുക്കറിയാം, ക്ഷേത്രവും അതിന് പരിസരവുമായി ബന്ധപ്പെട്ട ശബരിമല വനമേഖല നിരവധി തീർത്ഥാടകർക്ക് ഒരു സീസൺ ടൈമിലും അതോടൊപ്പം മലയാള മാസം 1-ാം തീയതി ഒക്കെ എത്തിച്ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതിനോട് ചേർന്ന ആ വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലകളിലാണ് ഇപ്പോൾ മോഷണം പതിവായിരിക്കുന്നത്. ഈ മോഷണത്തെക്കാൾ ഉപരി ഒരു 5 വർഷത്തിനിടെ ഇതേ കാട്ടിൽ ശബരിമല കാട്ടിൽ തന്നെ കാട്ടുപോത്തിനെയും ആനയും വേട്ടയാടിയിട്ടുള്ളതായും വന്യമൃഗ സംരക്ഷണ വകുപ്പിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഏതാണ്ട് 5ലധികം കാട്ടുപോത്തുകളെ വേട്ടയാടിയതായും പറയുന്നു. അതിനാൽ തന്നെ ഈ അജ്ഞാത സംഘത്തിൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഉൾപ്പെടെ ഉള്ളതുണ്ടെന്നാണ് വനം വകുപ്പും പോലീസും ഇപ്പോൾ സംശയിക്കുന്നത്. അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ് ഈ മോഷണവും. കാരണം സീതത്തോട്, ആങ്ങാമുഴി, കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ് പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മോഷണം പതിവായിരിക്കുന്നത്. ഒരു വർഷമായി ഈ നാട്ടുകാർ ഭീതിയിൽ കഴിയുകയാണ്. രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തെ നാട്ടുകാർ തമ്പടിച്ച് വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുമെങ്കിലും അതൊന്നും കാര്യക്ഷമമാകുന്നില്ല. ഇത്ര നാളായിട്ടും ഈ കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയും ഒക്കെ തന്നെ ഈ ജനലും വാതിലും വെട്ടിപ്പൊളിച്ച് കവർച്ച നടത്തിയതായി നാട്ടുകാർ പറയുന്നു. പ്രധാനമായും ഭക്ഷ്യവസ്തുക്കളാണ് മോഷണം പോകുന്നത്. അതോടൊപ്പം വീട്ടിൽ കരുതിയിരിക്കുന്ന ഈറ്റ വെട്ടുന്ന ആയുധങ്ങൾ ഉൾപ്പെടെ ഈ കവർച്ചാ സംഘം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇവർ ഒന്നിലധികം ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു 10ഓളം ആളുകളുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ സംശയിക്കുന്നത്. വനം വകുപ്പും പോലീസും ചേർന്ന് കാടിനുള്ളിൽ ഒരു പരിശോധന നടത്തിയാൽ, നാട്ടുകാരുടെ കൂടി പിന്തുണയോടുകൂടി കാടിനുള്ളിൽ ഒരു പരിശോധന നടത്തിയാൽ മാത്രമേ ഇവരെ പിടികൂടാനാവുകയുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു ആശങ്ക നിൽക്കുന്നത്, ഇവർ ഈ വനമേഖലയിൽ ഒരിടത്ത് മാത്രമായി തമ്പടിക്കുന്ന ഒരു സംഘമല്ല. ഇവർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെരിയാർ ടൈഗർ റിസർവ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 ജില്ലകളോളം വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു വനമേഖലയാണ്. ഈ വനമേഖലയാകെ കറങ്ങി നടക്കുന്ന ഒരു സംഘമായി ഇത് മാറിയിട്ടുണ്ട്. മാത്രമല്ല, അച്ചൻകോവിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ മൃഗവേട്ട സംഘമാണ് ഈ അജ്ഞാത സംഘമെന്നാണ് ഇപ്പോൾ ഉള്ളൊരു സംശയം. തമിഴ്നാട്ടിൽ നിന്നും അച്ചൻകോവിൽ വനമേഖല വഴിയാണ് ഇവർ ഈ കൊച്ചുകോയിക്കൽ വനപ്രദേശത്തേക്ക് കടന്നതെന്നാണ് പ്രധാനമായും സംശയിക്കപ്പെടുന്നത്. ഏതായാലും നാട്ടുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് തന്നെ പറയാം. പ്രധാനമായും പകൽ സമയങ്ങളിലാണ് ഇവർ കവർച്ചയ്ക്കിറങ്ങുന്നതെങ്കിൽ പോലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലൂടെ രാത്രി സഞ്ചാരം തന്നെ ദുസ്സഹമായിരിക്കുകയാണ്. സീതത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലും അതോടൊപ്പം ഈ ആങ്ങാമുഴി വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന ജനവാസ മേഖലകളിലുമുള്ള നാട്ടുകാർ അതീവ ഭീതിയിലാണ്. പക്ഷേ പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടും ഇതുവരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ദിവ്യ.